ഹലോ, ജി ട്രെൻഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ വന്നിട്ടുള്ളത് ക്യാരറ്റ് ഉപയോഗിച്ചൊരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു പാൻ ആദ്യം ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായി വന്നിട്ടുള്ള എണ്ണയിലേക്ക് ഒരു മീഡിയം സൈസ് വല്യുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ക്യാബേജ് അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും ക്യാരറ്റും ക്യാപ്സിക്കവും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരു 4 എണ്ണം എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഉടച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റ് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും 1 കപ്പ് അരിപ്പൊടിയും ചേർത്തിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇത് നല്ല പോലെ തന്നെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കി മാറ്റിയിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഈ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കൈ കൊണ്ടൊന്ന് ക്യാരറ്റിൻ്റെ ഷേപ്പിൽ റോൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതൊരു ക്യാരറ്റിൻ്റെ ഷേപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ റോൾ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല പോലെ തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.